അവിടെ ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നവരാണ് ഈ ബുദ്ധിമാന്മാർ. അതുകൊണ്ട് അവർ താൽക്കാലിക നേട്ടത്തിന് ഇസ്ലാമിനെ ഒറ്റുകൊടുക്കൂല. സാമ്പത്തികമായ താൽക്കാലിക നേട്ടം, സ്ഥാനപരമായ താൽക്കാലിക നേട്ടം, പണപരമായ താൽക്കാലിക നേട്ടം, പദവിയുടേതായ താൽക്കാലിക നേട്ടം, ഇങ്ങനെയുള്ള താൽക്കാലിക നേട്ടത്തിന് ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാത്ത വ്യക്തിത്വങ്ങൾ അവരാണ് ബുദ്ധിയുള്ളവർ. വറാസിഖൂന ഫിൽ ഇൽമ്, കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കിയവർ, വിഷയങ്ങളിൽ ഗ്രാഹ്യതയുള്ളവർ. അവരിങ്ങനെയാണ് പ്രാർത്ഥിക്കുക. എന്നിട്ടോ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാക്കും ലംഘിക്കുകയില്ല. അപ്പോൾ ഇത് സംഭവിക്കുന്ന ഉറപ്പാ. ഖിയാമത്ത് നാൾ സംഭവിക്കും, മഹ്ശർ സംഭവിക്കും. അതുകൊണ്ട് വാക്ക് പാലിക്കുന്ന നാഥൻ വാക്ക് പാലിക്കും. അവിടെ ഞങ്ങൾ രക്ഷപ്പെടണം. അതുകൊണ്ട് പടച്ചവനെ ഈ ശരിയായ ഹിദായത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് ഞങ്ങളെ നീ നയിക്കല്ല എന്നവർ പ്രാർത്ഥിക്കും. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. നമ്മൾ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഖുർആനിൽ വന്ന പ്രാർത്ഥനകളിൽ നാം ശീലമാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അടുത്ത ആയത്ത്, ഇന്നല്ലദീന കഫറൂ, നിശ്ചയം നിഷേധികൾ, ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈഅ. അല്ലാഹുവിന് എതിരിൽ അവരുടെ സമ്പത്തോ അവരുടെ സന്താനങ്ങളോ അവർക്ക് ഒട്ടും ഉപകാരപ്പെടുകയില്ല. ഉലൈക ഹും വഖൂദുന്നാർ, അവർ നരകത്തിന്റെ വിറകുകളാണ്. അപ്പോൾ ഇസ്ലാമിൽ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയ ആളുകളുടെ നിലപാട് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടും ഇസ്ലാമിനെ നിഷേധിക്കുന്ന, അതിനെതിരെ പ്രവർത്തിക്കുന്ന കുഫാറുകൾ, നിഷേധികൾ, അവരിലേക്കാണ് ഇപ്പോൾ ചർച്ച പ്രവേശിച്ചത്. അവരെ കുറിച്ച് അല്ലാഹ് പറയാം, അവർക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര ആൾബലമുണ്ടെങ്കിലും, അതാണ് സമ്പത്തും സന്താനങ്ങളും, അർത്ഥവും ആൾബലവും, അങ്ങനെയുള്ള അവരുടെ അർത്ഥവും ആൾബലവും അള്ളാഹുവിന് എതിരിൽ അവർക്കൊരു ഗുണവും ചെയ്യൂല. അവർക്ക് എത്ര പണമുണ്ടെങ്കിലും സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ എത്ര ആളുകളുണ്ടെങ്കിലും എത്ര രാഷ്ട്രത്തിൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും ശരി, അള്ളാഹുവിന് എതിരിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്നല്ലദീന കഫറു, നിശ്ചയം നിഷേധികൾ, ലൻ തുഗ്നിയ അൻഹും അംവാലുഹും, അവരുടെ ധനം അവർക്ക് ഉപകാരപ്പെടുകയില്ല, വലാ ഔലാദുഹും, അവരുടെ സന്താനങ്ങൾ അഥവാ ആൾബലം ഉപകാരപ്പെടുകയില്ല, മിനല്ലാഹി ശൈഅ, അള്ളാഹ്ക്ക് എതിരിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിലെ പ്രവാചകനെ നശിപ്പിക്കാൻ. ആ കാലഘട്ടം പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരുടെയും കാല, മദീനയിൽ ജീവിക്കുന്ന കാലാണ്. മദീനക്കെതിരെ ഇസ്ലാമിനെതിരെ സഖ്യസേന ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാല, അങ്ങനെ പല യുദ്ധങ്ങളും നടന്ന കാല. അങ്ങനെയൊക്കെ ഒന്നിച്ച് അവർ ഒരു കൂട്ടം കൂടി അവരുടെ സന്താനങ്ങൾ, അവരുടെ സമ്പത്ത്, അവരുടെ അർത്ഥം, അവരുടെ ആൾബലം, ഇതെല്ലാം കൂടിയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ അവർ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ മുഖത്ത് നോക്കിയിട്ട് പറയാം, നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ സന്താനങ്ങളോ, അഥവാ നിങ്ങളുടെ സന്നാഹങ്ങളോ നിങ്ങളുടെ ആൾബലമോ, നിങ്ങളുടെ അർത്ഥമോ നിങ്ങളുടെ ആൾബലമോ അള്ളാഹുവിനെതിരിൽ ഒന്നുമല്ല. നിങ്ങൾ എത്ര തന്നെ ആളെ ഒരുമിച്ച് കൂട്ടിയാലും എത്ര പിന്തുണ നേടിയാലും നിങ്ങൾക്കൊരിക്കലും അള്ളാഹുവിനെ അശക്തനാക്കാൻ കഴിയില്ല. അള്ളാഹുവിനെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഉലൈക ഹും വഖൂദുന്നാർ, മറിച്ച് നിങ്ങൾക്കാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താ സംഭവിക്കാൻ പോകുന്നത്? അവർ ഉലൈക ഹും വഖൂദുന്നാർ, അവർ ഉറപ്പായും നരകത്തിലെ വിറകാണ്. ഉലൈക അവർ, ഹും അവർ, അപ്പോൾ വീണ്ടും ഉറപ്പിക്കുക, ഉലൈക ഹും വഖൂദുന്നാർ, അവർ ഉറപ്പായും നരകത്തിലെ വിറകുകളാണ്. ഇത് വലിയ ഒരു താക്കീത. ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു സമൂഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉരുത്തിരിഞ്ഞുവെന്ന് അവർക്കൊരു ഭൂമിക ഒരുങ്ങിക്കിട്ടി. അവർ ആ ഭൂമികയാകുന്ന മദീനയിൽ അതിൻ്റെ സകല ഇസ്ലാമിക മാനങ്ങളും ശരിക്ക് ജനങ്ങളെ ആസ്വദിപ്പിച്ചുകൊണ്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കെ അവർക്കെതിരെ സഖ്യസേനയെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ തകർക്കാൻ അകത്തുനിന്നും പുറത്തുനിന്നും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ ആയത്ത്. എക്കാലത്തുമുള്ളവർക്കുള്ള താക്കീത. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സന്താനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ എതിരിൽ ഉപകാരപ്പെടില്ല. മറിച്ച് നിങ്ങളും നിങ്ങളുടെ സന്താനവും സമ്പത്തൊക്കെ നരകത്തിലെ വിറകായിട്ട് മാറുന്ന. ഇത് വ്യക്തിയിൽ ശരിയാണ്, കുടുംബത്തിൽ ശരിയാണ്, സമുദായത്തിൽ ശരിയാണ്, രാഷ്ട്രത്തിൽ ശരിയാണ്, അന്താരാഷ്ട്ര തലത്തിലും ശരിയാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കണം. വ്യക്തിയുടെ കാര്യം എടുക്കാം. വ്യക്തിയുടെ കാര്യത്തിൽ സമ്പത്തും സന്താനവും വലിയൊരു നേട്ടമാണ്. സമ്പത്തും സന്താനവും
ആ സമ്പത്തും സന്താനവും അള്ളാഹുവിൻ്റെ മാർഗത്തിലായില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിന് എതിരാകുന്നു എങ്കിൽ അത് നരകത്തിലേക്കാണ് പോകാന്ന് അള്ളാഹ് വിശ്വാസികളോട് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. അല്ലയോ വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തോളി എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തിയും കുടുംബവും എന്ന സങ്കല്പം ഉണ്ടല്ലോ. വ്യക്തി കുടുംബം എന്ന സങ്കല്പത്തിലാണ് സമ്പത്തും സന്താനമൊക്കെ ഉള്ളത്. അതിനെ നരകത്തിൽ നിന്ന് കാക്കണം എന്ന് പറഞ്ഞിട്ട് വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നരകത്തിലേക്ക് പോകുന്ന ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് വലിയ വണ്ടിയും വലിയായിട്ട് മാറും, കടുത്ത പരീക്ഷണവും ഫിത്നയുമായിട്ട് മാറും, വലിയ കുഴപ്പമായിട്ട് മാറും എന്നും താക്കി നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വ്യക്തിയെ, കുടുംബത്തെ ഈ വിഷയമായി ഉത്ബോധിപ്പിക്കുന്നു ഇസ്ലാം. വിശ്വാസികളെപ്പോലും അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഒരു സമൂഹ, രാഷ്ട്ര, അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോഴോ അതാണ് കാഫിരീങ്ങളെ എന്ന് വിളിക്കാനുള്ള കാരണം. അവിടെ ഒരു കൂട്ടത്തെയാണ് വിളിച്ചത്, നിഷേധി കൂട്ടത്തെ. ഇന്നല്ലദീന കഫറു, അല്ലയോ നിഷേധികളെ, നിശ്ചയം നിഷേധികൾ, ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും, അവരുടെ സമ്പത്തോ അവരുടെ ആൾബലമോ അവരുടെ ധനപരമായ ഔന്നത്യമോ അവരുടെ സന്താനപരമായ ആ അലങ്കാരമോ അല്ലെങ്കിൽ ആ ഔദാര്യമായി ലഭ്യമായ അനുഗ്രഹമോ അതൊന്നും ലൻ തുഗ്നിയ അൻഹും അവർക്ക് ഉപകാരപ്പെടൂല മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിന് എതിരിൽ എന്ന് പറഞ്ഞാൽ സമുദായ, രാഷ്ട്ര, അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിന് എതിരെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ